2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരെ കേരളത്തിൽ KPCC അധ്യക്ഷ സ്ഥാനത്തെ കെ സുധാകരൻ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി തുടരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ അത് കഴിഞ്ഞാൽ തീർച്ചയായും നേതാക്കൾ പല തോതിലായി കുറ്റം പറച്ചിൽ നടത്തും. നമുക്കറിയാം, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമായി കോൺഗ്രസ് ആധിപത്യം നേടിയ ഒരേ ഒരു കോർപ്പറേഷൻ കണ്ണൂർ കോർപ്പറേഷൻ മാത്രമാണ്. അവിടെ ഏതൊക്കെ രീതിയിലുള്ള ന്യൂനതകൾ പരിഹരിക്കപ്പെട്ടാലും പെട്ടില്ലെങ്കിലും CPIM-ന് കണ്ണൂർ കോർപ്പറേഷൻ ബാലികേറാമലയായി കഴിഞ്ഞിരിക്കുന്നു. അത്രമേൽ ശക്തമായി കഴിഞ്ഞിരിക്കുന്നു കെ സുധാകരൻ്റെ തട്ടകം. നമുക്കറിയാം, ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ കണ്ണൂർ പാർലമെൻറ്റിൽ നിന്ന് 1,10,000-ഓളം വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. ഇടതുപക്ഷത്തിന് പോലും ഇത്രയും വലിയ ഭൂരിപക്ഷം കണ്ണൂർ ലോക്സഭയിൽ ഉണ്ടാക്കാൻ ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. കണ്ണൂർ ടൗൺ നിൽക്കുന്ന കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന വാർഡുകളിൽ ഇത്തവണയും കോൺഗ്രസിന് തുടർ വിജയമുണ്ടാകും എന്നത് സുനിശ്ചിതം. പക്ഷേ അത് മാത്രം പോരാ ഒരു KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ ഉതകുന്ന വ്യക്തിക്ക് ചെയ്യേണ്ടത്. എല്ലാ കോർപ്പറേഷനുകളും പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചിട്ടുണ്ട്. അതിന് വാർഡ് തലത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ വരുത്തണം എന്ന നിർദ്ദേശം, അതിനുവേണ്ടിയുള്ള പ്രയാണം കെ സുധാകരൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ അത്ര പെട്ടെന്നൊന്നും തീർക്കാൻ കഴിയുന്നതല്ല എന്നും പറയുന്നുണ്ട്. നമുക്കറിയാം, KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്ന ഒരു വ്യക്തി കൃത്യമായും നല്ല രീതിയിലല്ല പ്രതിപക്ഷ നേതാവുമായി മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ ഒരു സ്ഥിതിയിൽ, ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ UDF-ൻ്റെ കെട്ടുറപ്പ് ശിഥിലീകരിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രശ്നങ്ങൾ അതിരൂക്ഷമാകാതിരിക്കാൻ വലിയ തോതിൽ ഹൈക്കമാൻഡ് ഇടപെടുന്നുണ്ട്. KC വേണുഗോപാൽ ഈ പ്രശ്നങ്ങളെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും ഒരു ബാധകമായ വിഷയമേ അല്ല എന്ന തരത്തിലേക്ക് ഇരുപക്ഷത്തും അധികാര വികേന്ദ്രീകരണം അത് പരമാവധി നൽകണം എന്ന അഭ്യർത്ഥന കേന്ദ്രത്തോട് നടത്തുമ്പോൾ, അതായത് AICC-യോട് KPCC ആവശ്യപ്പെടുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ വീണ്ടും രൂക്ഷമാകും. നിലവിൽ കെ സുധാകരൻ തൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് തൃപ്തനല്ല. തന്നെ കൂടുതൽ അധികാരം നൽകാതിരിക്കാൻ കൃത്യമായി ചരട് വലിക്കുകയാണ് VD സതീശൻ എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ തർക്കം പുറത്തേക്ക് അറിയുമ്പോൾ വാസ്തവത്തിൽ UDF-ൻ്റെ കെട്ടുറപ്പിനെയാണ് അത് തകർക്കുന്നത്. UDF എന്നത് കോൺഗ്രസ് മാത്രമല്ല, ലീഗും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും അതുപോലെ തന്നെ നിരവധിയായ ചെറുതും വലുതുമായ പാർട്ടികളുടെ ഒരു കൂട്ടായ്മയാണ് എന്നുള്ളത് പലപ്പോഴും മറന്നുകൊണ്ടുള്ള ചില നിലപാടുകൾ എടുക്കുമ്പോൾ അത് UDF-ൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ തണുപ്പിക്കാൻ നിലവിലെ സംവിധാനങ്ങൾക്ക് കഴിയില്ല എന്ന വാസ്തവം നമ്മൾ തിരിച്ചറിയണം എന്നാണ് AICC നേതൃത്വം നിലവിൽ കൊടുത്തിരിക്കുന്ന ഉപദേശം. തുടർച്ചയായ പരാജയങ്ങളിൽ നിന്നും പാഠം പഠിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ പാറ്റേണെന്നും നിയമസഭയിലെ പാറ്റേണെന്നും പ്രതിപക്ഷ നേതാവ് വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ, അത് പ്രവൃത്തിയിൽ കൂടി കാണിക്കണം എന്ന നിർദ്ദേശവും AICC കൊടുത്തിട്ടുണ്ട്.